കുഞ്ഞു ടോപ്പിക്കാണ് എന്താണ് ഏതാ ഓജനസിസ് പറയുന്നില്ല. ഓജനസിസ് രണ്ടും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷനാവും. ഒരെണ്ണം പറഞ്ഞുതരാം. ഓജനസിസും ബാക്കി നാളെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഗെമറ്റോജനസിസ് ആണ് പറയുന്നത്. നോക്കിക്കോട്ടെ, നമ്മൾ സെൻറ്റൻസ് വൈസ് ആണ് പറയുന്നത്. ദ പ്രൈമറി സെക്സ് ഓർഗൻസ് ഏതാണെന്ന് പറഞ്ഞത്? മെയിലിൽ ടെസ്റ്റിസ് ഉണ്ട്, ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ ഓവറീസ് ഉണ്ട്. ഇൻ ദി ഫീമെയിൽ ഓക്കെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഗെയ്മേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് സ്പേംസ് ആൻഡ് ഓവം റെസ്പെക്റ്റീവ്ലി. അതായത് സ്പേംസ് മെയിൽസും അതുപോലെ തന്നെ ഓവറിൽ നിന്ന് ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ബൈ ദി പ്രോസസ് കോൾഡ് ഗെമറ്റോജനസിസ്. അതിനെ പറയുന്നതാണ് ഗെമറ്റോജനസിസ് എന്ന് പറയുന്നത്. ഇൻ ടെസ്റ്റിസിലാണെന്നുണ്ടെങ്കിൽ ദ ഇമേച്ചർ എന്ന് വെച്ചിട്ടുണ്ടാ മെച്ചർ ആവാത്ത മെയിൽ ജേം സെൽസ് എവിടെയാണ് കാണപ്പെടുന്നത്? ഇൻഡസ്ട്രീഷ്യൽ സെൽസ്, സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ ആണ് എന്ത് കാണപ്പെടുന്നത്? സ്പേംസ് കാണപ്പെടുന്നത്. ഓക്കെ, ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ എന്തുകൊണ്ട് കാണപ്പെടുന്നത്? ലേഡിക് സെൽസ്. അതാണ് എന്ത് ചെയ്യുന്നത്? എന്ത് ഫോം ചെയ്യണമെന്ന് പറഞ്ഞു? ആൻഡ്രോജൻ ഫോം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെയിൽ ജേം സെൽസ് അതിനെ പറയുന്ന പേരെന്താണ്? സ്പെമറ്റോഗോണിയ എന്ന് പറയുന്നുണ്ട്. പ്രൊഡ്യൂസ് സ്പേംസ് ബൈ സ്പെമറ്റോജനസിസ്. അറിയാലോ, മെയിൽ ജേം സെൽ അല്ലേ സ്പേം പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞേ. പിന്നെ ഒരു സെല്ലും കൂടി ഉണ്ടല്ലോ, സെർട്ടോളി സെൽസ്. അതെന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ബിഗിൻസ് അറ്റ് പ്യൂബർട്ടി. അപ്പോൾ ഈ ഒരു സ്പേം പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യൂബർട്ടിയിലാണ്. പ്യൂബർട്ടി എന്ന് പറഞ്ഞാൽ അറ്റ് ദ ഏജ് ഓഫ് 11-12 ഏജിലൊക്കെയാണ് ഏകദേശം പ്യൂബർട്ടി പറയുന്നത്. പ്യൂബർട്ടി നമ്മൾ വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. ദ സ്പെമറ്റോഗോണിയ, അതായത് സ്പെമറ്റോഗോണിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെമറ്റോഗോണിയത്തിൻ്റെ സിംഗുലർ ഫോമാണ്. ഇത് ഒരെണ്ണം എന്നുള്ളതാണ് സ്പെമറ്റോഗോണിയ. പ്രസൻറ്റ് ഇൻ പല പേരുകളുണ്ട് കേട്ടോ. സ്പെമറ്റോസോവ എന്നൊക്കെ പറയുന്നുണ്ട്. യെസ്, അപ്പോൾ പ്രസൻറ്റ് ഓൺ ദി ഇൻസൈഡ് വോൾ ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് മൾട്ടിപ്ലൈ ബൈ മൈറ്റോട്ടിക് ഡിവിഷൻ. മൈറ്റോട്ടിക് ഡിവിഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഡിവൈഡ് ചെയ്യുന്നത്. മൈറ്റോട്ടിക്കും മിയോസിസും പിന്നെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ? മൈറ്റോസിസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞുതരാം ഇതെന്താണെന്നുള്ളത്. ഇവിടെ ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ പറഞ്ഞുതരാം. സോ ഡിവിഷൻ ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പർ, അതിനെന്ത് കൂടും? നമ്പർ കൂടുന്നുണ്ട്. ഈച്ച് സ്പെമറ്റോഗോണിയം ഈസ് ഡിപ്ലോയിഡ് എന്ന് വെച്ചാൽ ഏത് സ്റ്റേജ് ആണെന്ന് പറഞ്ഞാൽ 2n സ്റ്റേജ് ആണ്. വിച്ച് മീൻസ് എത്ര ക്രോമസോംസ് ഉണ്ടാവും? 46 ക്രോമസോംസ് ഉണ്ടാവും. കോൾഡ്, അപ്പോൾ അതിനെ പറയുന്നതാണ് പ്രൈമറി സ്പെമറ്റോസൈറ്റ് എന്ന് പറയുന്നത്. പീരിയോഡിക്കലി അണ്ടർഗോ മിയോസിസ്. പിന്നീട് എന്ത് സംഭവിക്കാൻ? മിയോസിസ് സംഭവിക്കും. പിന്നെ പ്രൈമറി സ്പെമറ്റോസൈറ്റ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ സംഭവിക്കും. ആ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഡിവിഷനാണ്. അതിനുശേഷം അത് 2 ഈക്വൽ ഹാപ്ലോയിഡ് സെല്ലുകളുണ്ടാവും. ഹാപ്ലോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ n അവസ്ഥയിലുള്ള അല്ലെങ്കിൽ 1n അവസ്ഥയിലുള്ളതുണ്ടാവും. അതിനെ പറയുന്നതാണ് സെക്കൻഡറി സ്പെമറ്റോസൈറ്റ് എന്ന് പറയുന്നത്. വിച്ച് ഹാവ് ഓൺലി, അതിൽ എത്ര ക്രോമസോംസ് ഉണ്ടാവുള്ളൂ? 2n പകുതിയായിട്ടുള്ള 46 ക്രോമസോമിൻ്റെ പകുതിയായിട്ടുള്ള 23 ക്രോമസോംസ് ആണ് ഉണ്ടാവുന്നത്. The secondary spermatocytes undergo the second meiotic division to produce 4 equal haploid spermatids. What would be the number of chromosomes in the spermatids? These spermatids are transformed into spermatozoa. And spermatozoa എന്നും എന്താണ് sperm എന്നാണ് പറയുന്നത്. By the process called spermiogenesis. After spermiogenesis, sperm heads become embedded in the Sertoli cells and are finally released from the seminiferous tubules by the process called spermiation എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വലിയൊരു പാസേജ് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇത് ഒന്ന് ഇലുസ്ട്രേറ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഭാഗങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ, പറഞ്ഞാലേ നോക്കിക്കോ. അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ ഇവിടെ നോക്കട്ടെ. ഏറ്റവും ആദ്യം ജേം സെൽ എവിടെ കാണപ്പെടുന്നു പറഞ്ഞാൽ ജേം സെൽ എവിടെ കാണപ്പെടുന്നത്? സെമിനിഫറസ് ട്യൂബ്യൂളിലാണ് കാണപ്പെടുന്നത്. നിങ്ങൾ ഏതാ കൊടുത്തിട്ടില്ലേ? സോഷ്യൽ ഫസ്റ്റ് ചാപ്റ്റർ നോക്കിക്കോ, പറഞ്ഞുതരാം. സോഷ്യൽ ഫസ്റ്റ് ചാപ്റ്റർ നോക്കിക്കോ. കെമിസ്ട്രി പറഞ്ഞതല്ലേ? കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞില്ലേ? എക്സാം എടുത്തു. ബയോളജി ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, ഇത് നോക്ക്, ഫസ്റ്റ് ചാപ്റ്റർ നോക്ക്. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞു ജേം സെല്ല് പറഞ്ഞു. അത് 2n അവസ്ഥയിലാണ് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്ന് പറയാം? ഡിപ്ലോയിഡ് ആണെന്ന് പറയാം. ഡിപ്ലോയിഡ്. ഡൈപ്ലോയിഡ് എന്നും പഠിക്കാതെ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്നുള്ള അർത്ഥത്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കാം. ഡിപ്ലോയിഡ് എന്നും പറയാം, ഡൈപ്ലോയിഡ് എന്നും പറയാം. ഓക്കെ, സാധാരണ പ്രൊനൗൺസിയേഷൻ വരുന്നത് ഡിപ്ലോയിഡ് എന്നാണ്.
അത് എന്ത് ഡിവിഷൻ നടന്നു എന്ന് പറഞ്ഞ് മൈറ്റോസിസ് നടന്നു. മൈറ്റോസിസ് നടന്നപ്പോൾ അതിൻ്റെ എന്തിൽ വ്യത്യാസമില്ല, ഡിപ്ലോയിഡ് തന്നെയാണ്. ക്രോമസോമിൻ്റെ നമ്പറിൽ വ്യത്യാസമില്ല. എത്രയാണ് വരുന്നത്? 2n ആണ്. അത് വെച്ച് കഴിഞ്ഞാൽ 46 ക്രോമസോംസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജേം സെല്ലിൽ ഫസ്റ്റ് എന്ത് ചെയ്തു? മൈറ്റോസിസ് ഡിവിഷൻ നടന്നു, 2n ആയിട്ട് മാറി. മനസ്സിലായല്ലോ? ആ 2n വീണ്ടും ഡിവൈഡ് ചെയ്യും. ഓക്കെ, 2n വീണ്ടും ഡിവൈഡ് ചെയ്തു. അത് എന്ത് ഡിവിഷൻ തന്നെയാണ്? മൈറ്റോസിസ് തന്നെയാണ്. വീണ്ടും ഡിവൈഡ് ചെയ്തു, 2n ഉണ്ടായി. വീണ്ടും ഇത് ഡിവൈഡ് ചെയ്തു. ഇത് ശരിക്കും നമ്മൾ ഒരെണ്ണത്തിലേക്കാണ് എത്തിക്കുന്നത് കേട്ടോ. ഇത് ഫസ്റ്റ് ഒരു ജേം സെൽ ഉണ്ടായിരുന്നു, അത് സ്പ്ലിറ്റായി. അത് അതിനുശേഷം വീണ്ടും ഇത് സ്പ്ലിറ്റായി വന്നു. അതിനുശേഷം ഈ കാണുന്നതില്ലേ മൈറ്റോസിസിന് ശേഷം ഉണ്ടാകുന്നത്, ഇതിനെ പറയുന്ന പേരെന്താണ്? സ്പെമറ്റോഗോണിയ എന്നാണ് പറയുന്നത്. അത് ഏതവസ്ഥയിലാണെന്ന് പറഞ്ഞാൽ 2n ആണ്. സോ ഇതൊരു സ്പെമറ്റോഗോണിയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ കുറച്ചും കൂടി പ്രോസസ്സ് ഇൻവോൾവ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടില്ലല്ലേ? മിയോസിസ് നടക്കുന്നു പറഞ്ഞത്. മിയോട്ടിക്, അത് ഇവിടെ സംഭവങ്ങളുണ്ട്. ഓക്കെ, സ്പെം ആയിട്ടില്ല ഇവിടെ. അതായത് ഫസ്റ്റ് ജേം സെല്ല് മൈറ്റോസിസ് നടന്നതിന് ശേഷം 2n അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇതിനെ പറയുന്ന പേരാണ് സ്പെമറ്റോഗോണിയ എന്ന് പറയുന്നത്. ഓക്കെ, അത് കംപ്ലീറ്റ് ആയിട്ടുള്ള വളർച്ച എത്തിയിട്ടുള്ള സ്പെമറ്റോഗോണിയ എന്നുള്ള അവസ്ഥയിലാണ്. ഈ സ്പെമറ്റോഗോണിയ ഗ്രോത്ത് ഫേസിലെത്തും. ഗ്രോത്ത് എന്ന് വെച്ചാൽ വളർന്നിട്ട് അത് വലിയൊരു സെല്ലായിട്ട് മാറും. അതിനെ പറയുന്നതാണ് പ്രൈമറി സ്പെമറ്റോസൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറഞ്ഞേ, ഫസ്റ്റ് ഏതായിരുന്നു? ജേം സെൽ. അതിനെന്ത് സംഭവിച്ചു? മൈറ്റോസിസ്. അതെന്തായി മാറി? 2n സ്റ്റേജിൽ തന്നെ, അതായത് ഡിപ്ലോയിഡ് സ്റ്റേജിൽ തന്നെയാണ് വരുന്നത്. അങ്ങനെ അതിൽ നിന്നുണ്ടാകുന്ന അവസാനത്തത് എന്താണ്? 2n എന്ന് പറഞ്ഞിട്ട് അതിനുള്ള പറയുന്ന പേരെന്താണ്? സ്പെമറ്റോഗോണിയാണ്. ഇതൊക്കെ സ്പെമറ്റോഗോണിയാസ് ആണ് കേട്ടോ. മനസ്സിലായല്ലോ? അതിനുശേഷം സ്പെമറ്റോഗോണിയ, ഇതും ഗ്രോത്ത് നടക്കും, ഇതിനും ഗ്രോത്ത് നടക്കും, ഇതിനും ഗ്രോത്ത് നടക്കും. പക്ഷേ നമ്മൾ ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ഗ്രോത്ത് സംഭവിച്ചിട്ട് ഇത് കുറച്ചും കൂടി വലിയ ഒരു സെല്ലുണ്ടാവും. ആ സെല്ലിന് പറയുന്ന പേരാണ് പ്രൈമറി സ്പെമറ്റോസൈറ്റ് എന്ന് പറയുന്നത്. അതിന് മിയോസിസ് 1 സംഭവിക്കും. അത് ഒരു റിഡക്ഷൻ ഡിവിഷനാണ്. അത് സംഭവിച്ചതിന് ശേഷം ഉണ്ടാവുന്നതാണ് സെക്കൻഡറി സ്പെമറ്റോസൈറ്റ് എന്ന് പറയുന്നത്. അത് ഒരു എന്ത് സെല്ലാണ്? ഹാപ്ലോയിഡാണ്. എൻ അവസ്ഥയിലുള്ള ഹാപ്ലോയിഡ് സെല്ലാണ്. മനസ്സിലായല്ലോ? അതിന് വീണ്ടും മിയോസിസ് 2 എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ അത് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. അതും എൻ അവസ്ഥയിലാണ് വരുന്നത്. മിയോസിസ് 2 എൻ അവസ്ഥയിലാണ്. അതിനെ പറയുന്നതാണ് സ്പെമാറ്റിഡ് എന്നാണ് പറയപ്പെടുന്നത്. സ്പെമാറ്റിഡ്. പിന്നെ സ്പെമാറ്റിഡ് ആണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? സ്പേമായിട്ട് മാറുന്നത്. ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് സ്പെർമിയോജനസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് പറഞ്ഞ് ഏറ്റവും ആദ്യം നിങ്ങൾ ഇവിടെ ഒന്ന് പറഞ്ഞു പോകാട്ടോ. ഏറ്റവും ആദ്യം എന്തായിരുന്നു പറഞ്ഞു? ഇവിടെ ജേം സെൽ ഉണ്ടായിരുന്നു. ഏതവസ്ഥയിലാണ്? 2n ജേം സെല്ലാണ്. പിന്നെ അത് മൈറ്റോസിസ് നടന്നു. അത് ഏതവസ്ഥയിൽ തന്നെയാണുള്ളത്? 2n. ഇവിടെ തന്നെയാണ് 2n തന്നെയാണ്. ആൻഡ് അഗൈൻ അതെന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. എന്തായി മാറും? 2n തന്നെയാണ്. ഇവിടെയും 2n. ഏതാ? ഇവിടുന്ന് മൈറ്റോസിസിൽ നിന്ന് ഡിവിഷൻ സംഭവിച്ചു. ഇവിടെ വീണ്ടും ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇതിലെന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? സെയിം തന്നെയാണ്, സെയിം പാറ്റേണിലാണ്. മൈറ്റോസിസ് ആണ് സംഭവിക്കുന്നത്. മൈറ്റോസിസ് ആണ് വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഈ സെറ്റ് ഓഫ് സംഭവങ്ങളെ വിളിക്കുന്ന പേരെന്തായിരുന്നു? സ്പെമറ്റോഗോണിയ. ഈ സെറ്റുകളുടെ പറയുന്നത് സ്പെമറ്റോഗോണിയ. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ പഠിച്ചു നോക്കോട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ കുറേ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് സെൻറ്റൻസ് ആയിട്ട് പറയുന്ന സമയത്ത് പഠിക്കാനൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ പഠിച്ചാൽ മതി. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആദ്യം ഈ സ്ട്രക്ചർ വരച്ചതിന് ശേഷം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടിയും എഴുതാൻ പറ്റും. പാസേജ് അല്ലെങ്കിൽ പാരഗ്രാഫായിട്ട് എഴുതുമ്പോൾ പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ 2n, ഇതിലത്തെ ഒരു 2n നമ്മൾ കൺസിഡർ ചെയ്യുക. അത് ഒരു സ്പെമറ്റോഗോണിയനെ കൺസിഡർ ചെയ്യുക. അതിനെന്ത് സംഭവിക്കുന്നു പറഞ്ഞു? ഗ്രോത്ത് സംഭവിച്ചിട്ട് അത് വലിയൊരു സെല്ലായിട്ട് മാറും. അതെന്താണ്? പ്രൈമറി സ്പെമറ്റോസൈറ്റ്. മനസ്സിലായല്ലോ? പ്രൈമറി സ്പെമറ്റോസൈറ്റ് ഉണ്ടായി. അതിനുശേഷം അത് ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ 2n അവസ്ഥ തന്നെയാണ് കേട്ടോ. ഇതും ഗ്രോത്ത് സംഭവിച്ചിട്ട് 2n അവസ്ഥയിൽ തന്നെയാണ്. ബിക്കോസ് അതിന് ജസ്റ്റ് ഗ്രോത്ത് ആയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് കുറച്ച് ഗ്രോത്ത് സംഭവിച്ചെന്നുള്ളേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് 2n. ഓക്കെ, അതിനുശേഷം ഏതാണ്? മിയോസിസ് 1 ആണ്. ആ 1ൽ 2n എന്തായിട്ട് മാറും? ഹാപ്ലോയിഡ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് n ആയിട്ട് മാറും. ഇവിടെയും n ആയിട്ട് മാറും.
ഓക്കെ. സോ ഇതിന് വീണ്ടും എന്തായി മാറും? മിയോസിസ്. ഇത് എന്തൊരു ഡിവിഷനാണ്? ഇവിടെ ബ്രാക്കറ്റിലൊന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. എന്താണ്? റിഡക്ഷൻ ഡിവിഷനാണ്. റിഡക്ഷൻ ഡിവിഷനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ക്രോമസോംസ് കുറയും. ഇവിടെ 46 ക്രോമസോംസ് അല്ലേ ടോട്ടൽ. ഇവിടെ എത്രയാവും? 23 ക്രോമസോംസ് ആവും. ഓക്കെ. സോ റിഡക്ഷൻ ഡിവിഷനാണെന്ന് പറയാം. റിഡക്ഷൻ ഡിവിഷൻ. അതിനുശേഷം വീണ്ടും മിയോസിസ് 2. അവിടെ എന്നാണ്? N. ഇതിൻ്റെ പേരാണ് സ്പെമാറ്റിഡ്സ്. സ്പെമാറ്റിഡ്സ് എന്ന് പറയുന്നത്. ഈ സ്പെമാറ്റിഡ്സ് ആണ് എന്തായിട്ട് മാറുന്നത്? സ്പേമായിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് സ്പെർമിയോജെനസിസ്. മനസ്സിലായോ? സ്പെർമിയോജെനസിസ് കിട്ടിയോ? ഒന്ന് നോക്കിയാൽ ആദ്യം. ഇത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്തിരി ടഫായിട്ടൊക്കെ തോന്നുന്നതാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റേതും കുറച്ച് ഈസി ആയിട്ട് തോന്നും. ഓക്കെ. ജേം സെല്ലാണ് ഫസ്റ്റ് മൈറ്റോസിസ് സംഭവിച്ചു. 2N സ്റ്റേജിൽ തന്നെയാണ്. വീണ്ടും ഡിവിഷൻ സംഭവിച്ചു. ഡിവിഷൻ തന്നെയാണ്, മൈറ്റോസിസ് തന്നെയാണ്. അതിനുശേഷം ആ സംഭവിച്ചിട്ടുള്ള ആ ലാസ്റ്റ് പേര് പറയുന്നത് സ്പെമറ്റോഗോണിയ എന്നുള്ളതാണ്. അതിന് ഗ്രോത്ത് സംഭവിച്ചു. അതിനെ പറയുന്നത് പ്രൈമറി സ്പെമറ്റോസൈറ്റ് എന്നുള്ളതാണ്. പിന്നെ അതിന് മിയോസിസ് 1 സംഭവിക്കുന്ന സമയത്ത് അതിൻ്റെ പേര് വ്യത്യാസമുണ്ട്. എന്താണ്? സെക്കൻഡറി സ്പെമറ്റോസൈറ്റ് ആണ് കേട്ടോ. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. സെക്കൻഡറി സ്പെമറ്റോസൈറ്റ് ആണ് ഇതിനെ പറയുന്നത്. സെക്കൻഡറി. ഇത് രണ്ടും കേട്ടോ. ഇതുപോലെ കുറേ ഉണ്ടാവുന്നുണ്ട്. തൗസൻഡ്സ് ആൻഡ് മില്യൺസ് ഓഫ്, നമ്മൾ പറഞ്ഞില്ലേ 200 to 300 മില്യൺ ആണ് ഉണ്ടാവണമെന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ. അപ്പോൾ സെക്കൻഡറി സ്പെമറ്റോസൈറ്റ് ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷം പിന്നെ അത് മിയോസിസ് 2. അതിൽ ഇതുപോലെ തന്നെ N ആണ് നിൽക്കുന്നത്. അതിനെ പറയുന്നത് സ്പെമാറ്റിഡ് എന്നാണ് പറയുന്നത്. അതിൽ നിന്നാണ് സ്പേം ഉണ്ടാകുന്നത്. ആ പ്രോസസ്സിനെ പറയുന്നതാണ് സ്പെർമിയോജെനസിസ്. ഇത്രയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. സ്പെർമിയോജെനസിസ് ഇത്രയാണ് വരുന്നത്. ഏതാ? അത് പറഞ്ഞുതരാം. ഇതൊന്ന് മനസ്സിലായി നോക്കി. നിങ്ങളൊന്ന് സെൽഫായിട്ടൊന്ന് എഴുതി നോക്കി. നിങ്ങളൊന്ന് വരച്ചിട്ട് സെൽഫായിട്ടൊന്ന് വരച്ചിട്ട് എഴുതി നോക്ക്. ഇങ്ങനെ വരച്ചിട്ട് നോക്കണം. നോക്കിയിട്ട് എഴുതണേ. ട്രൈ ചെയ്ത് നോക്ക് സെൽഫായിട്ട് ചെയ്യാനായിട്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. കഴിഞ്ഞല്ലേ? ഓക്കെ. അപ്പോൾ നോക്കിയേ, നമ്മൾ പറഞ്ഞതായിരുന്നു. എവിടെ വരെ പറഞ്ഞു നിർത്തിയപ്പോൾ സ്പെർമിയോജെനസിസ് ആണ്. അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സംഭവം ഇത് വരച്ച് വെച്ചതിന് ശേഷം അതിൽ നിന്ന് എന്താണോ വരുന്നത്, അതിൽ നിന്ന് എന്താണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അത് മാത്രം എഴുതി വെച്ചാൽ മതി. ഈ സംഭവം ഈ ഒരു ഡയഗ്രാം വരയ്ക്കാനായിട്ടുള്ള, ഇല്ലസ്ട്രേഷൻ വരയ്ക്കാനായിട്ടുള്ള മനസ്സിലാക്കി വയ്ക്കുക. സോ വി വർ ടോക്കിംഗ് അബൌട്ട് സ്പെർമിയോജെനസിസ് വരെയാണ് പറഞ്ഞത്. നമ്മളിതല്ലേ ചോദിച്ചത് സ്പെർമിഷൻ എന്താണെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. സോ സ്പെർമിയോജെനസിസ് ഈസ് ദി എന്തായിരുന്നു? ഇത് ഉണ്ടാവുന്നതാണ്, സിന്തസിസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആഫ്റ്റർ സ്പെർമിയോജെനസിസ്, അപ്പോൾ സ്പേം ഉണ്ടായി. സ്പേമിൻ്റെ ഹെഡ് ഉണ്ടല്ലോ, ബിക്കം എംബഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടിച്ചേരും. എന്തിനായിട്ട് എംബഡ് ചെയ്യും? ഇൻ ദി സെർട്ടോളി സെൽസ്. ഓക്കെ. ആൻഡ് ആർ ഫൈനലി റിലീസ്ഡ് ഫ്രം ദി സെമിനിഫറസ് ട്യൂബ്യൂൾസ്. പിന്നെ എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. എവിടെ നിന്ന് റിലീസ് ചെയ്യും? സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന്. അപ്പോൾ ഇതൊക്കെ എവിടെ നടക്കുന്ന ഈ പ്രോസസ്സൊക്കെ? ടെസ്റ്റിസിൽ. എവിടെയാണ്? എന്ത് ലോബ്യൂൾസ് എന്ന് പറഞ്ഞു? ടെസ്റ്റിക്കുലർ ലോബ്യൂൾസിലുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസിലാണ് ഈ സാധനങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അവിടെയാണ് നടക്കുന്നത്. അപ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് ഈ സാധനം എന്ത് ചെയ്തു? ആൻഡ് ആർ ഫൈനലി റിലീസ്ഡ് ഫ്രം ദ സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് സ്പെർമിയേഷൻ. മനസ്സിലായോ? സ്പെർമിയോജെനസിസ് എന്ന് പറഞ്ഞാൽ സ്പെർം ഉണ്ടായത്, അത് സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്പെർമിയേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്തത് സ്പെമറ്റോജെനസിസ് സ്റ്റാർട്ട്സ് അറ്റ് ദ ഏജ് ഓഫ് പ്യൂബർട്ടി. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്പെമറ്റോജെനസിസ്? സ്പെർം ഉണ്ടാവാനായിട്ട് തുടങ്ങുന്നത് എപ്പോഴാണ്? അറ്റ് ദ ഏജ് ഓഫ് പ്യൂബർട്ടി ആണ്. ഡ്യൂ ടു സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് ഇൻ ദി സെക്രേഷൻ ഓഫ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. ഓക്കെ. അതിന് പറയുന്നതാണ് GN ഗൊണാഡോ ഹോർമോൺ എന്ന് പറയുന്നത്. ഹോർമോൺ ഉണ്ട് GnRH എന്ന് പറയുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് കൂടുന്ന സമയത്താണ് ഇതുണ്ടാവുന്നത്. ഓക്കെ. അപ്പോൾ ഒന്ന് നോക്കിയേ, ഈ ഒരു പറഞ്ഞ കാര്യം ഒന്ന് വായിച്ചു നോക്കിയേ. ഈ സംഭവം ഇതൊന്ന് വായിച്ചു നോക്കുക.